ഹായ് വ്യൂവേഴ്സ്, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഇഷ്യൂ എന്നുള്ള റൗണ്ടാണ്. അതിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് മൊബൈൽ ഫോൺസിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ദുരുപയോഗങ്ങളെ പറ്റിയുള്ള ഒരു സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഫുൾ സ്ട്രെച്ച് ഡാൻസ് ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഒരു ഡ്രാമ പോലെ അല്ല ഇത് ചെയ്യുന്നത്. கருவாக்கினாள் பெண் உலகத்தில் மனிதனை உருவாக்கினாள் பெண் விண்ணவர்க்கும் மன்னவர்க்கும் விலையற்ற செல்வம் பெண். மறந்தோம் பெண்ணு கண்டு கவலை மறந்தோம் பெண்ணு கண்டு கவிதை மறைந்தோம் பெண்ணு கண்டு கல்லூரி சாலை ஒரு புன்னகை பூவே சிறு பூக்களின் தீவே எங்கேயோ போகின்ற மேகம் நிற்குது, என் பேரை உன் பேரை சொல்லி அழைக்குது. லவ் பண்ணு லவ் பண்ணு ஒரு புன்னகை பூவே சிறு பூக்களின் தீவே, நீ என்னை மட்டும் காதல் பண்ணு. என் வாலிப நெஞ்சும் உன் காலடி கெஞ்சும் சிறு காதல் பிச்சை போடு கண்ணு. நீ கெஞ்சு கேட்கும் நேரம் என் நெஞ்சின் ஓரம் ஈரம் காதல் வந்தச்சோ. லல்லா 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 லா 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 லல்லா லா லா. Your call has been forwarded to the voicemail box of Mobile நான் postpaid prepaid சொல் நெஞ்சுக்குள்ள கேட்குதே நம் காதல் ringtone காதுக்குள்ள பேசுதே உன் பேச்சு voicemail என் குட்டி இதயம் தவிக்கும், என் பிஞ்சு விரலும் துடிக்கும். உன் நம்பருக்கு phone பண்ணவே phone பண்ணா subscriber cannot be reached at the moment.
വിശാലമായ ഈ ലോകത്തിനെ വിരൽത്തുമ്പുകളിൽ എത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മൊബൈൽ ഫോൺസും ഇൻ്റർനെറ്റും. മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ദുരൂഹതകൾ കാരണം ഇന്നിവിടെ നശിച്ചത് 2 ജീവനുകളല്ല, പകരം അവരെ പ്രതീക്ഷിച്ചും അവരുടെ വിജയം സ്വപ്നം കണ്ടും അവരെ ആശ്രയിച്ച് കഴിയാമെന്നും ആഗ്രഹിച്ച് കഴിയുന്ന ഒരുപാട് പേരുടെ ജീവിതം കൂടിയാണ്. മൊബൈൽ ഫോൺസും ഇൻ്റർനെറ്റും പോലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മളെപ്പോഴും നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കാനായി ശ്രമിക്കണം. ഇന്നത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ വിപത്ത്, അതിനെ ആസ്പദമാക്കിയ ഒരു പെർഫോമൻസ്, വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് സൈബർ ക്രൈമിനെ സിലക്ട് ചെയ്ത് നമ്മുടെ സനൂജ് ആൻഡ് സുനുലക്ഷ്മി ഇവിടെ പെർഫോം ചെയ്തു. പെർഫോമൻസിനെ കുറിച്ച് തീർച്ചയായിട്ടും ജഡ്ജസ് ആണ് പറയേണ്ടത്. വിന്ദുജ മാം, ഇന്നത്തെ സമൂഹത്തിൽ, അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് പറയുന്നത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് എപ്പോഴും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ആ എല്ലാ നന്മയുടെ പുറകിൽ ഒരു തിന്മയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ലോകത്തിൽ ഇൻ്റർനെറ്റ് മുഖേന എപ്പോഴും കൂടുതലും നന്മയേക്കാളേറെ തിന്മയാണ് കാണുന്നത്. അതിനെ ബേസ് ചെയ്ത് ഒരു തീമാക്കി കൊണ്ടുവന്ന് നല്ല ഒരു സ്റ്റോറി ലൈനോടുകൂടി വളരെ നല്ല ആപ്റ്റായിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് ഡാൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്ത സനൂജിനും സുനു ലക്ഷ്മിക്കും താങ്ക് യു സോ മച്ച്. സാധാരണ നമ്മൾ പറയാറുണ്ട് സോഷ്യൽ ഇഷ്യൂ റൗണ്ടിൽ കുറച്ച് ഡാൻസ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ പ്യോർലി ഡാൻസ് ബേസ്ഡ് ആയിട്ടും ആ തീമിലൂടെ തന്നെ, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീണ്ടും എടുത്തു പറയുന്നൊരു സ്റ്റോറി, അതായത് ആദ്യമായിട്ട് ആ പെൺകുട്ടിയെ കണ്ടതും ആ കുട്ടിയോടുള്ള ഒരു സ്നേഹം പ്രേമം തോന്നിയതും അത് കഴിഞ്ഞ് മൊബൈൽ കൊടുത്ത് അതേ ആൾ തന്നെ അതേ കാമുകൻ തന്നെ ചീറ്റ് ചെയ്യുന്നതും എല്ലാം ബ്യൂട്ടിഫുള്ളി, അതുവരയ്ക്കും അത് കഴിഞ്ഞ് സുനുവിൻ്റെ ആത്മഹത്യയും അത് കഴിഞ്ഞ് ആ കാമുകൻ വീണ്ടും ഒരു ഭ്രാന്തനാവുന്നതും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് രണ്ടുപേരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സുനുവിനോട് എടുത്ത് പറയാനുള്ള, സുനു ജനറലി നല്ലോണം ഫേഷ്യൽ എക്സ്പ്രഷൻസ് തരുന്ന ഒരാളാണ്. പക്ഷെ സനൂജ് ഇത്തവണ വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു കൊറിയോഗ്രാഫി നടത്തിയിരുന്നു. ആ ഒരു കുഞ്ഞു പിറന്നു വീണ് അത് കഴിഞ്ഞ് ആ താരാട്ട്, എന്ത് ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫി ആയിരുന്നു. ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു ടെൽ യു ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. ഭയങ്കര രസമായിരുന്നു. അത് ഇത്രയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സനൂജിൻ്റെ മാത്രം കഴിവാണ്. പ്രത്യേകിച്ച് സുനുവിൻ്റെ ആക്ടിങ് കേപ്പബിലിറ്റീസ് അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വീണ്ടും നല്ല നല്ല ഇതേമാതിരത്തെ കൺസെപ്റ്റ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വിന്ദുജ മാം. അപ്പോൾ സോഷ്യൽ ഇഷ്യൂ റൗണ്ടിൽ വളരെ നല്ലൊരു കോൺസെപ്റ്റ് തന്നെ നിങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്തു. മിത്ര, എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ സമൂഹത്തിലേക്ക് വേണ്ട ഒരു നല്ല മെസ്സേജ് തന്നെയാണ് നിങ്ങൾ കൊടുത്തത്. ഒരുപാട് പേർക്ക് ഇന്ന് ഈ ലോകം മുഴുവൻ, മലയാളികളിൽ നിന്ന് മാത്രമല്ല, ഇന്ന് ഈ ലോകം മുഴുവൻ കാണേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ശരിക്കും നിങ്ങളുടേത്. കാരണം ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ക്യാമറ എന്ന് പറയുന്ന സംഭവവും ഇൻ്റർനെറ്റും ഇതെല്ലാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നിങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും വളരെ നന്നായിരുന്നു. എല്ലാം
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ ഇടത്തും ഒരു കുറവോ കുറ്റങ്ങളോ ഒന്നുമില്ല. ശരിക്കും സോഷ്യൽ ഇഷ്യൂ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് കയറേണ്ട ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതിന് എനിക്ക് തോന്നുന്നു കൈരളി നമ്മുടെ ഡാൻസ് പാർട്ടി അതൊരു വലിയ ഭാഗമായി തീർന്നേക്കാണ് ഈ ഒരു സോഷ്യൽ ഇഷ്യൂ റൗണ്ട്. എനിക്ക് തോന്നുന്നു മറ്റാരും തന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ കാണിച്ചിട്ടുമില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ അതിനൊരു വലിയ താങ്ക്സ് ഡാൻസ് പാർട്ടിയോട് തന്നെ പറയണം. ഈ ഒരു റൗണ്ട് കൊണ്ടുവന്നതിനും ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീം കൊണ്ടുവരാൻ സാധിച്ചതിനും അത് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറട്ടെ എന്നും ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മിത്ര. കൂൾ ജയൻ മാസ്റ്റർ. ഹാറ്റ്സ് അപ്പ് ടു സനൂജ്. என்ன கொரியோகிராஃபி யார், சூப்பர் கொரியோகிராஃபி. இந்த ஒரு சோஷியல் இஷ்யூவில் இந்த மாதிரி ஒரு கொரியோகிராஃபி திஸ் இஸ் த ஃபஸ்ட் டைம் இந்த ஒரு சோஷியல் இஷ்யூவில் நான் பார்த்ததுலேயே இது ஒன் ஆஃப் த பெஸ்ட் ஒன் திஸ். ஸோ அப்புறம் ஒன் மோர் தேங்க்ஸ் உனக்கு சொல்லணும். ஏன்னா இந்த ஃபஸ்ட்டு சாங் நான் என்னுடைய ஃபஸ்ட்டு கொரியோகிராஃபி கல்லூரி சாலை. ஸோ 17 years பேக் அப்படி போயிட்டு வந்த மாதிரி இருக்குது. தட் டைம் ஐ வாஸ் ஒன்லி 20 years ஓல்டு பாய். ஸோ ஃபஸ்ட் ஃபிலிம் செய்யும்போது 20 years, ஸோ 38-7. ஸோ அந்த சாங் வந்து சூப்பர் ஹிட்டு, தெலுங்குலேயும் சூப்பர் ஹிட்டு. காலேஜ் ஸ்டைலு அப்படின்னு தெலுங்குல டப் பண்ணி போட்டாங்க அந்த சாங். ஸோ உங்களுக்கு அந்த கொரியோகிராஃபி அந்த சோஷியல் இஷ்யூக்கு என்னென்ன சாங் வேணுமோ அந்த சாங்கெல்லாம் நீங்கள் அப்படியே ஒரு கோர்வையாக இட்ஸ் எடிட்டட், இட்ஸ் பிரில்லியன்ட். அந்த மாதிரி ஒரு வந்து எக்ஸ்பீரியன்ஸ் கொரியோகிராஃபருக்கு தான் ஒரு ஆடியோ நாலேஜ். தட் நாலேஜ் யூ காட் தட். ஸோ ஹேட்ஸ் ஆஃப் டு யூ. காட் பிளஸ் யூ மேன். அப்புறம் உங்களுக்கு சொல்லணுன்னா நீங்கள் என்ன ஒரு பெர்ஃபார்மர். ஐயோ, I love you. താങ്ക് യു കൂൾ ജയൻ മാസ്റ്റർ. അപ്പോൾ 3 ജഡ്ജസും നിങ്ങളുടെ ആ ഒരു തീമിനെയും നിങ്ങളുടെ പെർഫോമൻസിനെയും വളരെ നന്നായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്സ് അറിയാം. മിത്ര ഔട്ട് ഓഫ് 30 എത്ര മാർക്സ് ആണ്? 29 out of 30. 29 out of 30. 39 out of 40. இன்னெஞ்சனோர் மீரம் அச்சச்சோ வச்சு காதல் வந்தச்சோ 97 out of 100 for Sanuj and Sunilakshmi in social issue round.